ഇനി കഥ ശത്രു. രചന തോമസ് കാവാലം. അമ്മേ, വരുണിനോട് പറയണം ഇന്ന് സമരത്തിന് പോകരുതെന്ന്. കർശനമായ നടപടിക്കാണ് ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുന്നത്. എനിക്കിന്ന് അവിടെയാണ് ഡ്യൂട്ടി. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത്. ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ കിരൺ അമ്മയോട് പറഞ്ഞു. കിരൺ അവിടെ തന്നെയുള്ള സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിളായിരുന്നു. 2 വർഷമേ ആയിട്ടുള്ളൂ അവൻ ജോലിക്ക് കയറിയിട്ട്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സമരം ചെയ്ത് നല്ല ശീലമുള്ള ആളായിരുന്നു കിരൺ. നല്ല ആത്മാർത്ഥതയും ചെറുയൂർക്കുമുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ അതിലെ അപകട സാധ്യത വളരെ വലുതാണെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. കേട്ടോടാ, ചേട്ടൻ പറഞ്ഞത് സമരം ചെയ്ത് നടന്നോ? പോലീസ് തല തല്ലി പൊളിക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളൂ. ദേഷ്യത്തോടെ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അമ്മ സുലോചനയ്ക്ക് 2 മക്കളായിരുന്നു, വരുണും കിരണും. അപ്പൻ പട്ടാളത്തിലായിരുന്നു. റിട്ടയർ ചെയ്തു വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു. അമ്മ പറഞ്ഞതൊന്നും ഗവനിക്കാതെ വരുണും കിരണും വീട്ടിൽ നിന്നിറങ്ങി. വരുൺ അവിടെ എത്തിച്ചേർന്നപ്പോൾ നിയമസഭാ മന്ദിരത്തിന്റെ പ്രവേശന കവാടം സമരക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കോളേജ് വിദ്യാർത്ഥികളായിരുന്നു എല്ലാവരും. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിൽ മരിച്ച വിദ്യാർത്ഥിനി ഗൗരിയുടേത് ആത്മഹത്യയാണെന്ന പോലീസ് റിപ്പോർട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കൊലപാതകമാണെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കുടുംബാംഗങ്ങളും വിദ്യാർത്ഥികളും ആരോപിച്ചു. പ്രതിപക്ഷ യുവജന സംഘടനകൾ ആയിരുന്നു പ്രതിഷേധക്കാർ മുഴുവൻ. അവരും 3 സെക്ഷൻ ആയിട്ടാണ് തിരഞ്ഞ് നിന്നിരുന്നത്. KSAയുടെ നേതാവായിരുന്നു വരുൺ. അതിരാവിലെ ചെറിയ മഴ പെയ്തെങ്കിലും 10 മണിയായതോടുകൂടി ചൂട് വർദ്ധിച്ചു. അതിന്റെ കൂടെ സമരച്ചൂട് കൂടിയായപ്പോൾ ആ സ്ഥലം ഒരു യുദ്ധഭൂമിയായി മാറി. ശത്രു സൈന്യങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവർ നിന്നു. പോലീസ് അവിടെ ബാരിക്കേഡ് നിർമ്മിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയോടുകൂടി സമരത്തിന്റെ രീതിയും മാറി. ലാത്തിയുമായി ഒരു പറ്റം പോലീസുകാർ ഒരു വശത്ത് നിലയുറപ്പിച്ചിരുന്നു. മറ്റുവശത്ത് കണ്ണീർ വാതകം പ്രയോഗിക്കാൻ മറ്റൊരു സേനയും തയ്യാറെടുത്തു നിന്നിരുന്നു. നടുവിൽ ശത്രുക്കളെ പോലെ വിദ്യാർത്ഥികളും. സമരം സാധാരണ രീതിയിൽ പോയാൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലേക്ക് കിട്ടില്ല. വരുൺ അടുത്തുനിന്ന സുഹൃത്തുക്കളോട് വളരെ രഹസ്യമായി പറഞ്ഞു. അതിന് നീ വിഷമിക്കേണ്ട വരുൺ. 1 or 2 കല്ലിന്റെ ആവശ്യമേ ഉള്ളൂ. സമയമാകുമ്പോൾ നീ ഒന്ന് മൂളിയാൽ മതി. ഈ കല്ലിലൊന്ന് പോലീസിനെ ലക്ഷ്യമാക്കി പായും. അത് അവന്റെ മൂക്ക് തെറിപ്പിക്കും. അതോടെ അവർക്ക് കലിയേറും. പിന്നെ ലാത്തിച്ചാർജും കണ്ണീർ വാതകപ്രയോഗമൊക്കെ ഉറക്കെ നടന്നോളും. വരുണിന്റെ വിശ്വസ്ത കൂട്ടുകാരൻ സുരേഷ് പറഞ്ഞു. സമരമുഖത്ത് മുദ്രാവാക്യം വിളി ഉയർന്നു. കൂട്ടം കൂട്ടമായി നിന്ന് നേതാക്കൾക്ക് സിന്ദാബാദും ഗവൺമെന്റ് മുർദാബാദും അവർ വിളിച്ചു. അതിനിടെ കല്ലേറുണ്ടായി. ഏതോ ഒരു കല്ല് അവിടെ നിന്ന് ഒരു പോലീസുകാരന്റെ തലയിൽ കൊണ്ടു. പിന്നെ കല്ലുകളുടെ ഒരു പ്രളയമായിരുന്നു. പോലീസ് ലാത്തിയുമായി ഇറങ്ങി എല്ലാത്തിനെയും തല്ലി ചതച്ചു. ഒരു ശത്രുവിനോട് കാണിക്കുന്ന കരുണ പോലും അവർ കാണിച്ചില്ല. വിദ്യാർത്ഥികൾ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അതിനിടയിൽ പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. കയ്യിൽ കെട്ടിയവരെയെല്ലാം റോഡിലിട്ട് തല്ലി പോലീസ്. മറ്റു കുട്ടികളെ എല്ലാവരെയും 4 വാർഡും ചിതറിയോടി. പെട്ടെന്ന് ഒരു ആംബുലൻസ് അവിടെ വന്നു നിന്നു. അതിലേക്ക് 2 പോലീസുകാരെ സ്ട്രെച്ചറിൽ എടുത്തു കയറ്റുന്നത് വരുൺ കണ്ടു. പെട്ടെന്ന് യുദ്ധഭൂമി സാധാരണ പോലെയായി. ഏതാനും ചില പോലീസുകാർ ഒഴികെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. വരുൺ ഓടി അടുത്തുണ്ടായിരുന്ന ഒരു ചായക്കടയിൽ കയറിയിരുന്നു. അവിടെ ഇരുന്ന് മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അമ്മയുടെ 5 മിസ്ഡ് കോൾ കിടക്കുന്നു. ഉടൻ തന്നെ വരുൺ അമ്മയെ വിളിച്ചു. എന്താണ് അമ്മയെ വിളിച്ചത്? വളരെ ആകാംക്ഷയോടെ വരുൺ ചോദിച്ചു. മോനെ കിരൺ. അമ്മയുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പറയാമേ, എന്ത് പറ്റി കിരണേ? അവൻ പോയി മോനെ, കിരൺ പോയി. മെഡിക്കൽ കോളേജിന്റെ ഇടനാഴിയിൽ അമ്മയുടെ വാക്കുകൾ മുഴങ്ങുന്നതോ വരുൺ കേട്ടു. ഒപ്പം സഹോദരന്റെ വാക്കുകൾ. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത്.